നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവം. കുറ്റക്കാരായ എടപ്പലം സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. നടപടി AEOയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന്. ഒറ്റപ്പാലത്ത് വൻ കഞ്ചാവ് വേട്ട. 2 ഇടങ്ങളിൽ നിന്നായി 25 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സഹോദരങ്ങൾ ഉൾപ്പെടെ 4 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. കുടിവെള്ള പ്രശ്നമുന്നയിച്ച് പട്ടാമ്പി നഗരസഭയിലേക്ക് UDF കൗൺസിലർമാരുടെയും നേതാക്കളുടെയും മാർച്ച്. കാലിക്കുടങ്ങളുമായാണ് മാർച്ച് നടത്തിയത്. പലയിടത്തും കുടിവെള്ളം മുടങ്ങിയിട്ട് 2 ആഴ്ചയെന്ന നേതാക്കൾ. ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയ മണ്ണാർക്കാട് മൈലാംപാടം പൊതുവപ്പാടം റോഡ് നവീകരണം വൈകുന്നു. പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ടാറിംഗ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം. ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി ആഘോഷിച്ചു. കൈലിയാട് ചെറുമുളയൻകാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കാളവേല മാർച്ച് 12-ന്, പൂരം 13-ന്. പ്രശസ്ത ചെണ്ടവാദകനും കലാമണ്ഡലം ചെണ്ട വിഭാഗം മുൻ മേധാവിയുമായ കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. AEOയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരഫലങ്ങൾ തിരുത്തിയ സംഭവത്തിലാണ് എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവംബർ 10 മുതൽ 15 വരെ എടപ്പലം സ്കൂളിലാണ് ഇത്തവണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂൾ ജേതാക്കളായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടുവട്ടം സ്കൂളിലെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിയതായി കണ്ടെത്തിയത്. നടുവട്ടം സ്കൂളിലെ 5 കുട്ടികളുടെ മത്സര ഇനങ്ങളിൽ ലഭിച്ച A ഗ്രേഡ് B ഗ്രേഡായി കാണിക്കുകയും എടപ്പലം സ്കൂളിലെ 2 കുട്ടികൾക്ക് ലഭിച്ച B ഗ്രേഡ് A ഗ്രേഡായി മാറ്റുകയുമാണ് ഉണ്ടായത്. ഇത് കണ്ടെത്തിയതോടെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം ജനുവരിയിൽ നടുവട്ടം സ്കൂളിന് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി AEO ബാബുരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിനൊടുവിലാണ് എടപ്പലം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരായ KC സന്ദീപ്, ജംഷീദ് ആലങ്കോടൻ എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയതെന്ന് കണ്ടെത്തുകയും ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശുപാർശ ചെയ്തുമുള്ള അന്വേഷണ റിപ്പോർട്ട് AEO ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർക്ക് നൽകിയത്. ഇതിന്മേലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. കുറ്റക്കാരെ യാതൊരു വിധത്തിലും സംരക്ഷിക്കുകയില്ലെന്നും തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അതേസമയം നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് വാങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം. ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ പാളത്തിന് സമീപത്തു നിന്നും 20 കിലോ കഞ്ചാവുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. സഹോദരങ്ങളായ 32-കാരനായ സിബ ഗമാഗ, 22-കാരനായ പ്രധാനി ഗമാഗ എന്നിവരും 26-കാരനായ രാജേന്ദ്ര സഭാറുമാണ് പിടിയിലായത്. വേഗത കുറഞ്ഞ സ്ഥലം നോക്കി തീവണ്ടിയിൽ നിന്നും ഇറങ്ങി കഞ്ചാവുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന ശക്തമെന്ന് മനസ്സിലാക്കിയാണ് മറ്റിടങ്ങളിൽ ഇവർ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. 3 ബാഗിലായാണ് ഇവർ 20 കിലോഗ്രാം കഞ്ചാവ് കടത്താൻ ശ്രമിച്ചിരുന്നത്. കഞ്ചാവിനൊപ്പം ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ കോരാപുരത്ത് ജില്ലക്കാരനായ അരുൺ നിൽക്കമലാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണിതെന്നും പോലീസ് പറഞ്ഞു. ട്രെയിനിനുള്ളിൽ പോലീസിന്റെ പരിശോധന ഭയന്നാണ് ലക്കിടിയിൽ ഇറങ്ങിയത്. SI M സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം വെളിയാട്ടുനിന്ന് 20 കിലോ കഞ്ചാവുമായി 3 ഒഡീഷ സ്വദേശികൾ പിടിയിലായിരുന്നു. പോലീസിന്റെ പരിശോധന കണ്ടതോടെ വേഗത കുറഞ്ഞ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരാണ് പിടിയിലായത്. പട്ടാമ്പി നഗരസഭാ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാലിക്കുടങ്ങളുമായാണ് അംഗങ്ങൾ സമരത്തിന് എത്തിയത്. നാളിതുവരെ പറഞ്ഞിട്ടും
കുടിവെള്ളത്തിന് പരിഹാരമില്ല. നഗരസഭയുടെ ഭരണത്തിൽ പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഉമിക്കുന്ന്, കൈത്തളി സ്ട്രീറ്റ്, പട്ടാമ്പി ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. 50 HP മോട്ടോർ കേടുവന്നതാണ് പ്രധാന പ്രശ്നം. കൂടാതെ വാൽവ് ഓപ്പറേറ്റർമാരുടെ കെടുകാര്യസ്ഥതയും യഥാസമയങ്ങളിൽ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതായും പരാതിയുണ്ട്. ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF കൗൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കൗൺസിലർ KR നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മേലെ പട്ടാമ്പിക്ക് വരുന്ന വെള്ളം ഈ മേലെ പട്ടാമ്പിന്ന് കൂൾ സിറ്റർ ഭാഗത്ത് നിന്ന് പാലക്കാട് റോഡിനുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെയുള്ള വീട്ടുകാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം അവിടുന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം വാൾവ് തുറക്കേണ്ടത് ആ ഭാഗത്തിലാണ്. അല്ലാതെ ഉച്ച വരെ പോയിട്ടും ഉച്ച കഴിഞ്ഞിട്ട് ആ വാൾവ് തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം കയറില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. ഇതിനൊരു പരിഹാരമില്ല. ഇത് ഫെബ്രുവരി പകുതിയായിട്ടുള്ള ഇനി മാസങ്ങൾ കിടക്കണം. പുഴയുടെ നിറച്ച് വെള്ളമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് പട്ടാമ്പിയിൽ വെള്ളം വിതരണം നടക്കാൻ സാധിക്കും? ഏക്കാണ് അതിന്റെ വെള്ളം വിതരണത്തിന് ഉത്തരവാദിത്തം ഉള്ളത്. മേലെ പട്ടാമ്പി, ഉമിക്കുന്ന്, കിഴായിന് മേഖല ഒന്നും വെള്ളമില്ല. ഈ സമയത്തൊന്നും ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ്? ചില ദിവസങ്ങളിൽ വെള്ളം നേർച്ച വന്ന വെള്ളം വന്നു. അതുപോലെ ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസില് ആണ് പുതിയ 50 HP മോട്ടർ ഒരു മോട്ടർ വെക്കാണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. 2 മോട്ടർ വാങ്ങിയില്ല. ഒന്ന് ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസിൽ സ്റ്റാൻഡ് ബൈ മോട്ടറും ഉണ്ട്. ഈ 2 മോട്ടർ അവിടെ ഉണ്ടോ? 50 ലക്ഷം മോട്ടർ തന്നെയാണ് പരിശോധിച്ചിരിക്കുന്നത്. കാലിക്കുടങ്ങളുമായാണ് പ്രതിഷേധക്കാർ എത്തിയത്. തുടർന്ന് മുദ്രാവാക്യവുമായി നഗരസഭ AEയെ സമീപിച്ചു. പ്രതിഷേധക്കാർ വിഷയം AEയെ ധരിപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചു. ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് AE മറുപടി പറഞ്ഞു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സിയറ C സംഗീത, K ബഷീർ, ഉമ്മർ കിഴായൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാറ്റത്തിന്റെ പേരിൽ വന്നെങ്കിലും ആ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ പലതവണ ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ നഗരസഭയിൽ ഇല്ല എന്നുള്ളതല്ല. ഇപ്പം നഗരസഭയുടെ താലൂക്ക് ഹോസ്പിറ്റൽ നഗരസഭ ഭരിക്കുമ്പോൾ അവിടെ 20 രൂപ രോഗികൾക്ക് ചാർജ് ആക്കി ഉയർത്തിയിട്ടുണ്ട്. എവിടെ ഇല്ലാത്ത ഇതാണ്, പാവപ്പെട്ടവരുടെ ചികിത്സാലയാണ്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ തൊഴിലുറപ്പുകാരുടെ കൂലി കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ആധികാരികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പട്ടാമ്പി നഗരസഭ കുടിവെള്ള പദ്ധതി, പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി, പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നതിന് എതിരെയാണ് സമരം. പുതിയ 2 മോട്ടോറുകൾ വാങ്ങിയത് ഇവിടെ CRC സൂചിപ്പിച്ചു. ആ മോട്ടറിന്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപ് അത് പുറത്തു കൊണ്ടുപോയി വീണ്ടും ബൈൻഡ് ചെയ്യിച്ച് 10,000 ചെലവഴിക്കുകയാണ്. ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഒരു കൂസലുമില്ലാതെ സാധാരണക്കാർ ഇവിടെ താമസിക്കുന്ന നഗരസഭയിൽ താമസിക്കുന്ന കുടിവെള്ളവും കെട്ടിട നികുതിയും വീട്ടു നികുതിയും കരവും അടച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശമാണ് ഈ കുടിവെള്ളം. ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയ മൈലാമ്പാടം പുതുവപ്പാടം റോഡ് നവീകരണം ടാറിംഗ് വൈകുന്നു. പദ്ധതിയുടെ ഫയലുകളുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വമാണ് പ്രധാന കാരണം. ടാറിംഗ് വൈകുന്നത് മൂലം പൊടിശല്യത്തിൽ പൊറുതിമുട്ടിയത് നാട്ടുകാരാണ്. ആധുനിക സാങ്കേതിക വിദ്യയായ ഫുൾ ഡെപ്ത് റിക്ലമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കോറി ഉൽപ്പന്നങ്ങളില്ലാതെയാണ് റോഡ് നവീകരിക്കുന്നത്. PMGSY പദ്ധതിയിൽ നിന്ന് VK ശ്രീകണ്ഠൻ MP അനുവദിച്ച 3.76 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുന്നതോടൊപ്പം കൂടുതൽ കാലം നിലനിൽക്കുമെന്നതും ചെലവ് കുറയുമെന്നതുമാണ് FDR ടെക്നോളജിയുടെ ഗുണം. നിലവിലെ ടാറിംഗ് പൂർണ്ണമായി ഇളക്കിമാറ്റി അതിലെ പാറ, മണൽ എന്നിവ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കുന്നതാണ് FDR സാങ്കേതിക വിദ്യ. വേനൽക്കാലത്ത് റോഡിന്റെ പ്രതലം ചൂടായി ടാർ ഉരുകുന്നതും ഇതിന്റെ ഫലമായി റോഡ് തകരുന്നതും ഒഴിവാക്കാനും സാധിക്കും. ഇത്തരത്തിൽ റോഡിന്റെ ഉപരിതലം ഒരുക്കുന്ന ജോലി പൂർത്തിയായിട്ട് 1 മാസം പിന്നിട്ടു. ഇതിനിടെയാണ് സാങ്കേതികത്വം വിനയായത്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ളവർ പൊടിശല്യം കാരണം ജീവിക്കാൻ വലിയ പ്രയാസമാണ് നേരിടുന്നത്. പലർക്കും അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരികയും ചെയ്തു. വീടുകളുടെ വാതിലുകളും ജനലുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാറ്റ് വീശുകയോ വാഹനം പോകുകയോ ചെയ്താൽ പൊടി മുഴുവൻ വീടിന്റെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ഉള്ളിൽ കയറും. ടാറിംഗ് പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവരാദ്യമൊക്കെ വെള്ളം നനച്ചിരുന്നു, ഇപ്പോൾ വെള്ളം നനക്കണില്ല. ശ്വാസം മുട്ടിയിട്ട് ഇപ്പോൾ ദിവസം മരുന്ന് കുടിക്കുകയാണ്. പൊടിയാണെങ്കിൽ കംപ്ലീറ്റ് പൊടി കയറിക്കൊണ്ടിരിക്കുക കടയിൽ. ഈ 2 വഴിക്കും പോകുമ്പോഴേ 2 വഴിക്കും പൊടി, ഈ വഴിക്ക് പോകുമ്പോഴും പൊടി വരിക, ഈ വഴിക്ക് വരുമ്പോഴും പൊടി വരിക.
അതാണ് ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കടയൊക്കെ തുറക്കാതെ ചെറിയൊരു ഇത് മാത്രം ഇരുന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വം പരിഹരിച്ചെന്നും ഉടൻ തന്നെ ടാറിംഗ് നടത്തുമെന്നും PNGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GS അനീഷ് അറിയിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മൈലാമ്പാടം മുതൽ കൂട്ടോപ്പാടം പഞ്ചായത്തിലെ പുതുവപ്പാടം വരെ 4 കിലോമീറ്ററാണ് നവീകരിക്കുന്നത്. CPM-ന്റെ ഭീഷണി ഇക്കാലത്ത് വില പോവില്ലെന്ന് PK ബഷീർ MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പെരിന്തൽമണ്ണയിൽ UDF സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ബഷീർ MLA. വയനാട് ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യത്വവും ധാർമ്മികവും ഭരണഘടനാപരവുമായ ബാധ്യത കേന്ദ്ര സർക്കാർ നിറവേറ്റിയില്ലെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ അസൂയാവഹമായ വിദ്യാഭ്യാസ സാമൂഹിക സേവന പദ്ധതികൾ നടപ്പാക്കിയ നജീബ് കാന്തപുരം MLA-യുടെ ജനസമ്മതിയിൽ ഭയപ്പെട്ട് CPM സമരാഭാസം നടത്തുകയാണെന്ന് PK ബഷീർ MLA ആരോപിച്ചു. CPM-ന്റെ ഭീഷണി ഇക്കാലത്ത് വിലപോകില്ലെന്നും CPM-കാർ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഓശാന പാടുന്നവരായി മാറിയെന്നും PK ബഷീർ MLA പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആരെ ഈ പേടിപ്പിച്ചത്? എനിക്ക് മാർക്സിസ്റ്റുകാരോട് ചോദിച്ചത്, നിങ്ങൾ ആരെ പേടിപ്പിച്ചത്? നിങ്ങൾ ആ പഴയ അക്രമമൊക്കെ ഉണ്ടല്ലോ, അത് അതേ അർത്ഥത്തിൽ അടിക്കടിയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ തയ്യാറ്. ഒരു ഇഞ്ചും നിങ്ങളോട് പറയില്ല. ഇവിടെ പലർക്കും ഉണ്ടാവും, എന്തിനാ അങ്ങനെ പറയണത്? ഒന്ന് പറയണം നജീബേ, ഇവിടെ അങ്ങനെ വിചാരിക്കണ മാതിരിയൊന്നും നടക്കില്ല. സൂഫിയാക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ ചരിത്രം, ഉസ്മാൻ അറിയാം, ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ഇവര് ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ദുൽമ ഇവിടെ ചെയ്തതിന് അന്നൊക്കെ ഇതിനൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് UDF-ഉം കോൺഗ്രസും ലീഗും ഒക്കെ ശക്തമായി നിന്നത്. അല്ലാതെ ഇവരെയൊക്കെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കാര്യം നേടാനില്ല. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇല്ല. അതിന്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം പോലെയാണ് ഇപ്പൊ അത്. പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല. മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സിംഗിളി പാടുന്ന ഓശാന പാടുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസംബ്ലിയിലൊക്കെ അങ്ങനെ തൊള്ളി നോക്കിയല്ലേ, ആ ഗോവിന്ദൻ മാഷല്ലേ ഇങ്ങനെ പറഞ്ഞത്, എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അല്ലേ ഉസ്മാനെ, എന്താ ഭാഷയിൽ പറഞ്ഞാല് ഞങ്ങളെ ക്ലാസ് എടുക്കല്ലേ, എടാ ക്ലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അത് വരുമ്പോൾ പിന്നീട് സോഷ്യലിസം വരും. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അറിയിക്കുന്നത്? 150 കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം പിന്നെ തിരിച്ചു വരും. ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത്. അതങ്ങനെ അണ്ണാക്ക് ഇങ്ങനെ തൊള്ളിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം, ഇങ്ങനെ കഴിച്ചിങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. അതായത് പാർട്ടിയാണ് നിങ്ങള്. വയനാട് ദുരന്തത്തോട് മനുഷ്യത്വവും വൈകാരികവും ധാർമ്മികവും ഭരണഘടനാപരവുമായ സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് യോഗത്തിൽ സംസാരിച്ച T സിദ്ദീഖ് MLA പറഞ്ഞു. നിരന്തരമായ ഇടപെടലിന് ശേഷമാണ് ദേശീയ ഗവൺമെന്റ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ എന്ന് അംഗീകരിച്ചത്. അതിനുശേഷവും ഒരു അപകടം നടന്ന സ്ഥലം, ഒരു ദുരന്തം നടന്ന സ്ഥലം, ആ സ്ഥലത്തോട് മാനുഷികമായോ ഭരണപരമായോ ധാർമ്മികമായോ വൈകാരികമായോ പണം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തെ ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും സ്വീകരിക്കാത്ത രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നു 529.5 കോടി രൂപ നിങ്ങൾക്ക് നൽകുമ്പോ ആ പണം മുഴുവൻ നിങ്ങൾ തിരിച്ചു നൽകിയിരിക്കണം എന്നുള്ള ഉപാധിയോടുകൂടി പണം തരുമ്പോ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. വയനാട് ദുരന്തം സംഭവിച്ച അന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് BJP-യോടൊപ്പം നിന്നതിൽ ഇപ്പോൾ ലജ്ജിക്കുന്നതായി സന്ദീപ് ജി വാര്യർ പറഞ്ഞു. അന്ന് പറന്നിറങ്ങി ഫോട്ടോഷൂട്ട് നടത്തി തിരിച്ചു പോയതിനപ്പുറം കേരളത്തിൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നയാ പൈസയുടെ സഹായം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല, BJP തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അന്ന് BJP-യുടെ ഭാഗമായിരുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 500 ചില്ലാനും കോടി രൂപ കടമായി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കടമായിട്ട് ഒരു മാസക്കാലത്തിനധികം ഈ പണം മുഴുവൻ ചെലവാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ട്, നിബന്ധനയുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നിബന്ധന 500 കോടി രൂപ കൊടുത്തിട്ട് അത് വായ്പയാണ്, ഒരു മാസക്കാലത്തിലധികം അകം ചെലവാക്കണം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഈ കേരളത്തിലുണ്ടാവും. അയാളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. കാരണം 500 കോടി റുപ്യ ചെലവാക്കുമ്പോൾ ഒരു മാസക്കാലത്തിനുള്ളിൽ ചെലവാക്കേണ്ടി വരുമ്പോൾ അതിന് കയ്യും കണക്കും ബോധിപ്പിക്കേണ്ടത് എവിടെയും കണക്കുണ്ടാവില്ല. 500 കോടി മൂപ്പർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാം. കേന്ദ്ര ബജറ്റിൽ കേരളം എന്ന പേര് ഇല്ലെന്നും സംസ്ഥാന ബജറ്റ് നടക്കാത്ത പ്രഖ്യാപനം മാത്രമാണെന്നും സന്ദീപ് ജി വാര്യർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ ഈ അടുത്തൊരു ബജറ്റ് ഉണ്ടായി.
കേരളം എന്നൊരു വാക്ക് പോലും കേന്ദ്ര ബജറ്റിലില്ല. കേരളം എന്നൊരു വാക്ക് പോലും ഇല്ല. ഏതാണ്ട് അതിന്റെ തനിയാവർത്തനം പോലെ കേരളത്തിൽ ഒരു ബജറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേരിന് മസാല ദോശയാണ്, പക്ഷേ ഉള്ളിൽ മസാലയാണ്. സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ? പ്രഖ്യാപനങ്ങൾ മാത്രം ബാക്കിയാണ്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി CPM ആണല്ലോ ഭരിക്കുന്നത്, LDF ഭരിക്കുന്നുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ച എത്രയാ? 8500 കോടി. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ ചെയർമാൻ ഇതേ വേദിയിൽ വന്ന് നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ച തുകയുടെ 40% കിട്ടിയെന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കും? 40%. നജീബ് കാന്തപുരം MLA, നാലകത്ത് സൂപ്പി, KPCC സെക്രട്ടറി V ബാബുരാജ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, AK മുസ്തഫ, CK ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ചെണ്ടവാദകനും കലാമണ്ഡലം ചെണ്ട വിഭാഗം മുൻ മേധാവിയുമായ കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. 57 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30 വരെ തിരുവാഴിയോടുള്ള വസതിയിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. തുടർന്ന് ഐവർമഠം ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ തിരുവാഴിയോട്ടെ വീട്ടിൽ കുഴഞ്ഞു വീണ ബാലസുന്ദരനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2004 ബാലസുന്ദരൻ കേരള കലാമണ്ഡലത്തിൽ കഥകളി ചെണ്ട അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. ചെണ്ട പഠനകാലത്ത് തന്നെ പ്രമുഖരായ കലാകാരന്മാരുടെ വേഷത്തിന് ചെണ്ട കൊട്ടിയിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും ചെണ്ട വിഭാഗം വകുപ്പ് അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. 2023 മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. ഈ കാലയളവിൽ പ്രശസ്തരായ നിരവധി ചെണ്ട കലാകാരന്മാരെ വാർത്തെടുത്ത് കലാലോകത്തിന് സമ്മാനിച്ചു. പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി തുടങ്ങി അതിപ്രശസ്തരായ കലാകാരന്മാരുടെ വേഷങ്ങൾക്ക് നിരവധി അരങ്ങുകളിൽ ചെണ്ട കൊട്ടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലം അവാർഡ്, രാജസം പുരസ്കാരം, രമണീയം പുരസ്കാരം, ശ്രീചക്രം ഗൗരീശം പുരസ്കാരം, എറണാകുളം കഥകളി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഭാര്യ ശുഭശ്രീ, അർജുൻ, അമൃത എന്നിവർ മക്കളാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകിട്ട് നടന്ന വിവിധ ദേശവേലകളുടെ എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. തട്ടകത്തിന് നിറച്ചാർത്തേകി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ വേലവരവ് ആരംഭിച്ചു. തിറ, പൂതൻ, ഇണക്കാളക്കോലങ്ങൾ, ആന, മേളം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു വേലവരവ്. ദീപാരാധന, ചുറ്റുവിളക്ക്, ഇരട്ടത്തായമ്പക എന്നിവയും ക്ഷേത്രത്തിൽ അരങ്ങേറി.
വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ ചളവറ കൈലിയാട് ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. മാർച്ച് 12-ന് കാളവേലയും 13-ന് പൂരവും ആഘോഷിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി കൂത്ത് ദിവസങ്ങളിൽ അനുബന്ധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കൈലിയാട് ചെറുമുളയങ്കാവിലും ഇനി ഉത്സവനാളുകൾ. കാളവേല പൂരമഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറി. ഉച്ചയ്ക്ക് 1 മണിക്ക് കരടിക്കുന്ന് പറയ സമുദായം അനുവാദം കൊടുത്തതോടെയാണ് കൊടിയേറ്റ ചടങ്ങ് തുടങ്ങിയത്. തന്ത്രി ചേറമ്പറ്റമന മണികണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഭക്തജനങ്ങളും കൊടിയേറ്റ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. മാർച്ച് 9-ന് 5-ാം വേലയും മാർച്ച് 12-ന് കാളവേലയും 13-ന് പൂരവും ആഘോഷിക്കും. കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ തോൽപ്പാവക്കൂത്തിനും വെള്ളിയാഴ്ച തുടക്കമായി. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും തായമ്പകയും വൈകിട്ട് ക്ഷേത്രത്തിൽ അരങ്ങേറും. 22-ന് ശനിയാഴ്ച വൈകിട്ട് 7-ന് തിരുവാതിരക്കളി, 23-ന് നാടൻപാട്ട്, 24-ന് തിരുവാതിരക്കളി മോഹിനിയാട്ടം, 25-ന് നൃത്തസന്ധ്യ, 26-ന് തിരുവാതിരക്കളി ഓട്ടംതുള്ളൽ, 27-ന് കല്ലൂർ ജൈനം സംഘവും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ തായമ്പക, 28-ന് പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട്, മാർച്ച് 1-ന് ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ, 2-ന് നൃത്തവിസ്മയം, മാർച്ച് 8-ന് ഭക്തിഗാനസുധ, 9-ന് ഗാനമേള തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. 12-ന് കാളവേല ദിവസം പൊങ്കാല സമർപ്പണം, വൈകിട്ട് 5-ന് ആദരസന്ധ്യ എന്നിവ നടക്കും. കൈലിയാട് കറുത്തൊടി ചന്ദ്രൻ നായർ സ്മാരക വാദ്യകലാനിധി പുരസ്കാരം മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവന് സമ്മാനിക്കും. രാത്രി 8:30-ന് സ്പെഷ്യൽ തായമ്പക, 10-ന് മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയും അരങ്ങേറും. രാത്രി കാളവരവും നടക്കും. 13-ന് പൂരം ദിവസം രാവിലെ പഞ്ചവാദ്യം, വൈകിട്ട് 3-ന് പാണ്ടിമേളം, തേർ എഴുന്നള്ളിപ്പ് എന്നിവയും രാത്രി 8:30-ന് തായമ്പകയും നടക്കും. കൈലിയാട് മേൽമുറി, കൈലിയാട് കീഴ്മുറി, മുണ്ടക്കോട്ടുകുരിശി, വേമ്പലത്തുപാടം, കുറുവട്ടൂർ, വല്ലപ്പുഴ, ചെറുകോട്, കുലുക്കല്ലൂർ, മുളയങ്കാവ്, കുഞ്ഞുകുരിശി എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കൈലിയാട് ചെറുമുളയങ്കാവ് ക്ഷേത്രത്തിന്റെ തട്ടകം. ഉത്സവം ഗംഭീരമാക്കാൻ വേണ്ട ഒരുക്കങ്ങളാണ് ഇത്തവണയും നടത്തിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വള്ളുവനാട്ടിലെ പ്രശസ്തമായ കൈലിയാട് ചെറുമുളയങ്കാവിലെ 2025 വർഷത്തെ കാളവേല പൂരാഘോഷങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ചേറമ്പറ്റമനയ്ക്കൽ മണികണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കരടിക്കുന്ന് പറയ സമുദായത്തിൻ്റെ ആവശ്യപ്രകാരം ഇവിടെ കൊടിയേറിയിരിക്കുകയാണ്. ഇന്നു മുതൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിനും അതുപോലെ 5-ാം വേല കാളവേല പൂര ആഘോഷങ്ങൾക്കും തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും സജീവമായിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ചെറുമുളയങ്കാവിലെ കാളവേല പൂരാഘോഷങ്ങൾ നടക്കുന്നത്. മാർച്ച് 9-ന് 5-ാം വേലയും മാർച്ച് 12-ന് ഏകദേശം 70-ലധികം ഇണക്കാളകൾ പങ്കെടുക്കുന്ന അതിവിപുലമായ കാളവേലയും മാർച്ച് 13-ന് മുണ്ടക്കോട്ടുകുരിശി, കൈലിയാട്, മേൽമുറി എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേശവേലകളും ദേവരഥ പ്രയാണവും അടക്കമുള്ള വലിയ രീതിയിലുള്ള പൂരാഘോഷമാണ് നടക്കുന്നത്. ഡിജിറ്റൽ സർവേയുടെ ഭാഗമായുള്ള നക്ഷ സർവേ പ്രൊജക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭയിൽ ഫെബ്രുവരി 25-ന് നടക്കും. ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സർവേ ഉദ്യോഗസ്ഥർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിശദീകരിച്ചു. നഗരസഭാ ചെയർമാനും കൗൺസിലർമാരും നിർദ്ദേശങ്ങൾ നൽകി. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ ചെയ്യുന്നതിന് നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ഭൂമികൾ, സർക്കാർ ഭൂമികൾ, പൊതുസ്വത്തുക്കൾ, നഗരസഭയുടെ ഭൂമികൾ ഉൾപ്പെടെ മുഴുവൻ ഭൂമിയും സർവേ നടത്തി വേർതിരിച്ച് തിട്ടപ്പെടുത്തും. റവന്യൂ വകുപ്പും സർവേ വകുപ്പും നഗരസഭയും ചേർന്നാണ് സർവേ നടത്തുക. ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ചില നഗരസഭകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും നക്ഷ സർവേ പദ്ധതി നടപ്പാക്കും. ഡിജിറ്റൽ സർവേയുടെ ഭാഗമായുള്ള നക്ഷ സർവേ പൈലറ്റ് പ്രോജക്റ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം
പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ഫെബ്രുവരി 25 രാവിലെ 11 മണിക്ക് നടക്കും. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA, നഗരസഭാ ചെയർമാൻ P ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവേ ഉദ്യോഗസ്ഥർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിശദീകരിച്ചു. ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥരായ G ശരത് ചന്ദ്രൻ, അനൂപ് PS, ഗായത്രി എന്നിവരാണ് പങ്കെടുത്തത്. നഗരസഭാ ചെയർമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ എന്നിവരുടെ അഭിപ്രായങ്ങൾ സർവേ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ പെരിന്തൽമണ്ണ, പാതായ്ക്കര വില്ലേജുകളിലാണ് സർവേ നടത്തുക. മണ്ണാർക്കാട് താലൂക്കിലെ കോട്ടോപ്പാടം, കച്ചേരിപ്പുറം പ്രദേശങ്ങളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് അംഗത്വം നൽകി. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ചടങ്ങ് സംഘടിപ്പിച്ചാണ് പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയത്. കച്ചേരിപ്പറമ്പിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവരും അനുഭാവികളുമായ 15 കുടുംബങ്ങളാണ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പുതിയ പ്രവർത്തകർക്കുള്ള അംഗത്വ കാർഡ് വിതരണ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കോൺഗ്രസിന് പകരം വെക്കാൻ ഇന്ത്യ രാജ്യത്ത് വേറെ രാഷ്ട്രീയ പാർട്ടി, കാരണം 140ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് നമ്മുടെ പാർട്ടി. ലോകത്തില് ഇങ്ങനെ ഒരു പാർട്ടി വേറെ എവിടെയും ഒരു 140 വർഷം പൂർത്തിയാക്കാൻ സാധിച്ച ഒരു പാർട്ടി ഇന്ത്യയിലില്ല. ഇത് തളരും ക്ഷീണിക്കും ഒക്കെ പല ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷീണിച്ചപ്പോഴും പിന്നെ ഇത് ഇല്ലാതായി എന്ന് തോന്നുമ്പോഴും അതിൻ്റെ 10 ഇരട്ടി ശക്തിയിലാണ് പലപ്പോഴും ഈ പാർട്ടി തിരിച്ചു വന്നിട്ടുള്ളത്. പഴയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1977 ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അന്ന് ഇന്ദിരാഗാന്ധി അടക്കമുള്ള അന്നത്തെ നേതാക്കന്മാരൊക്കെ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തായി. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞില്ല ഇന്ദിരാഗാന്ധി 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്ന് കോൺഗ്രസ് ശക്തിപ്പെട്ടു. അതിനുശേഷം നമുക്കറിയാം നരസിംഹറാവു, പല നേതാക്കന്മാരും വന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു, ഇവരൊക്കെ വന്നു. പക്ഷെ ഇടക്കാലത്ത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ സ്വന്തമായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഇപ്പു നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, A അസൈനാർ, സക്കീർ തയ്യിൽ, ശശിധരൻ എടത്തൊടിയിൽ, P ഖാലിദ്, സതീശൻ താഴ്ത്തേതിൽ, K ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 74ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന 7 അധ്യാപകർക്കുള്ള യാത്രയയപ്പും ശനിയാഴ്ച നടക്കും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30 വാർഷികാഘോഷ പൊതുസമ്മേളനവും യാത്രയപ്പും സാഹിത്യകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ് മുഖ്യാതിഥിയാകും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും. രാവിലെ 10 സ്കൂളിലെ കലാഭവൻ ഹാളിൽ 10 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി അഖില കേരള അടിസ്ഥാനത്തിൽ നിറവസന്തം എന്ന പേരിൽ ചിത്രരചന, പെയിന്റിംഗ് മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 5 മുതൽ 10 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 2 വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിലെ പ്രതിഭകളായ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആർദ്ര, സുദീപ്, ഫാത്തിമ സിയ എന്നിവർ ചേർന്ന് നിറവസന്തം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 74ാം വാർഷികാഘോഷത്തിന്റെ വേളയിലാണ് നമ്മൾ. ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകുന്നേരം 4:30 തുടങ്ങുന്ന കുട്ടികളുടെ വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികളോടെയാണ് ഈ വാർഷികാഘോഷം തുടങ്ങുന്നത്. ഏകദേശം 7 മണിയോടുകൂടി പൊതുസമ്മേളനം, അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ P സുരേന്ദ്രനും അതുപോലെ മുഖ്യാതിഥിയായി എത്തുന്നത് സ്റ്റാർ സിംഗർ ഭവിൻ വിനോദും ആണ്. അതിനുശേഷം നമ്മുടെ ഈ അക്കാദമിക വർഷത്തെ മികവുറ്റ പ്രകടനങ്ങൾക്ക് നമ്മുടെ കുരുന്ന് കലാപ്രതിഭകള്, കായിക പ്രതിഭകള്, മറ്റു പ്രതിഭകൾ എല്ലാവർക്കും സമ്മാനദാനങ്ങളും അതിനുശേഷം വൈവിധ്യമാർന്ന വർണ്ണാഭമായ ഒരുപാട് പരിപാടികൾ, കുട്ടികളുടെ പരിപാടികളും നടത്തുന്നതാണ്. വിദ്യാർത്ഥികളുടെ സംഘഭാവനകൾ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ 3ാം തവണയാണ് നിറവസന്തം എന്ന പേരിലുള്ള ചിത്രകലാ മത്സരം അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നത്. ഇതുവരെ
ഒരുപാട് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുകയും പല ജില്ലകളിൽ നിന്നായിട്ട് 150 പരം കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഈ വരുന്ന ശനിയാഴ്ച 10 മണിക്ക് കലാഭവൻ ഹാളിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ സംസ്ഥാന കലോത്സവത്തിലെ എ ഗ്രേഡ് നേടിയ പ്രതിഭകളായ ആർദ്ര, സുദീപ്, ഫാത്തിമ, സിയ തുടങ്ങിയ വിദ്യാർത്ഥികളാണ്. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി നമ്മുടെ പാഠപുസ്തക കമ്മിറ്റി അംഗം CPM നാരായണ മാഷ് ഉണ്ടാവും. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സലാം മാസ്റ്ററാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സ്കൂൾ മാനേജർ K. രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS. ആര്യ, പ്രധാനാധ്യാപിക NK. സീന, B. സുനിതാകുമാരി, രാജീവ് ശ്രീചിത്ര, സന്തോഷ് PR, ബാലകൃഷ്ണൻ E, ഡോക്ടർ VK. രാജകൃഷ്ണൻ, വിപിൻ നാഥ് TK എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഭാരതീയ വിദ്യാനികേതൻ കോങ്ങാട് മേഖലാ മാതൃശിശു സംഗമം 22-ന് ശ്രീകൃഷ്ണപുരം വ്യാസ വിദ്യാനികേതനിൽ വെച്ച് നടക്കും. പുല്ലാപ്പറ്റ, ശ്രീകൃഷ്ണപുരം, വെള്ളിനേഴി, കല്ലടിക്കോട്, മുണ്ടൂർ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം വിദ്യാർത്ഥികളും അമ്മമാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികളുടെയും അമ്മമാരുടെയും കലാമത്സരങ്ങൾ വ്യാസവിദ്യാനികേതനിലും കായിക മത്സരങ്ങൾ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ മൈതാനത്തുമാണ് നടക്കുക. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികളും അവരുടെ അമ്മമാരുമാണ് മത്സരത്തിൽ പങ്കെടുക്കുക. രാവിലെ 10-ന് കഥകളി നടൻ കലാമണ്ഡലം രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംയോജക് K. വിശാൻമുഖൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് PB. ഹരിദാസ്, പ്രധാനാധ്യാപകൻ KV. സുധാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശിശു ബാലിക പ്രാഥമിക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ LKG UKG എന്ന് പറയും. വിദ്യാനികേതനിലെ ഭാഷയിൽ അല്ലെങ്കിൽ വിദ്യാനികേതൻ പറയുന്നത് അരുൺ, ഉദയ, പ്രഭാത് എന്ന വിഭാഗമാണ് പറയപ്പെടുന്നത്. പിന്നെ 1-ാം തരം, 2-ാം തരം അതുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, അമ്മമാർ, മാതൃ സമിതിയുടെ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗമം ആണ് ഈ ഫെബ്രുവരി 22-ാം തീയതി ശ്രീ വ്യാസ വിദ്യാനികേതൻ ശ്രീകൃഷ്ണപുരം ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ അരുൺ, ഉദയ, പ്രഭാതിലെ കുട്ടികൾ അത് ശിശുവാടിക എന്ന ക്രമത്തിലും 1-2 ക്ലാസ്സിലെ കുട്ടികൾ പ്രാഥമിക് വിഭാഗത്തിലും പിന്നെ അമ്മമാരുടെ പരിപാടി മാതൃ വിഭാഗം, അങ്ങനെ 3 ആയിട്ടുള്ള കുട്ടികളുടെയും അമ്മമാരുടെയും പരിപാടിയാണ് ശ്രീകൃഷ്ണപുരം വിദ്യാലയം ആതിഥേയത്വം വഹിക്കുന്നത്. ഈ സംകുലിൽ കോങ്ങാട് സംകുലം എന്നാണ് ഈ സംകുൽ അറിയപ്പെടുന്നത്. ഈ കോങ്ങാട് സംകുൽ 5 വിദ്യാലയങ്ങളാണുള്ളത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അതിദരിദ്രരായ 3 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയ ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിലർ VP ഷമീജിനെയും ഹ്യൂമാനിറ്റീസിൽ ഡോക്ടറേറ്റ് നേടിയ ബച്ചു മാട്ടരെയെയും ചെറുപ്പശ്ശേരിയിൽ പൗരാവലി ആദരിച്ചു. പി മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരായ 3 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ തൻ്റെ പേരിലുള്ള 9 സെന്റ് ഭൂമിയാണ് ചെറുപ്പശ്ശേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ് സൗജന്യമായി നൽകുന്നത്. സമീജിനെയും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ബച്ചു ബാട്ടരെയെയും ചെറുപ്പശ്ശേരി പൗരാവലിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. പി മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മള് ആദരവ് നൽകുന്ന 2 പേരുണ്ട്. ഒന്ന് VP സമീജ്. ഞാനിപ്പോ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നല്ല പഠനമായിരിക്കും. നിങ്ങളുടെ നാട്ടുകാരനാണ്, നിങ്ങളുടെ കുട്ടിയാണ്. പക്ഷെ അബ്ദുൽ ഖാദർഖാനായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ പാർട്ടി പ്രവർത്തനക്കായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന ആളാണ് അബ്ദുൽ ഖാദർ, മകനാണ്. അതുപോലെ തന്നെ ഡോക്ടർ ബച്ചു മാട്ടറ, 2 ആളെയും അനുഭവിക്കുകയാണ്. 2 ആളെയും 2 തരത്തിലാണെന്ന് മനസ്സിലായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മാതൃക നമുക്ക് പറയാൻ കഴിയും. ധാരാളം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് സബീജിനെ നമുക്ക് ഉൾപ്പെടുത്താം. അത് സബീജ് നിങ്ങളുടെ ജനപ്രതിനിധിയാണ്, നമ്മുടെ പാർട്ടിക്കാരനാണ്. ഈ മേഖലയൊക്കെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം മുഖ്യ ഒരു ചുമതലയായി നിർവഹിച്ചു പോരുന്ന ആൾ കൂടിയാണ്. അതുപോലെ തന്നെ ബച്ചു മാട്ടര
അവരൊക്കെ തന്നെ പൊതു സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനം ജീവാരോഗ്യ പ്രവർത്തനം തന്നെയാണ്. മനുഷ്യ സ്നേഹപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ട് ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി ജോലി ചെയ്തുകൊണ്ടൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഡ്രസ് ചെയ്യപ്പെട്ടവരാണ് അവർ. അപ്പോ ഒന്ന് ലക്ഷ്യമായിട്ടില്ല. അദ്ദേഹം PhD ഹ്യൂമാനിറ്റീസ് ഫ്രം ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടറേറ്റ് നേടിയതിന്റെ ഭാഗമാണ്. സാധാരണക്കാരനല്ലാതെ നമ്മൾക്കിടയിൽ നിന്ന് ഒരാൾ ഡോക്ടറേറ്റ് നേടി വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ അനുമോദിക്കണ്ടേ. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. നന്മ വൈസ് ചെയർമാൻ K. ബാലകൃഷ്ണൻ മാസ്റ്റർ, SFA ജില്ലാ സെക്രട്ടറി വാഹിദ് കുപ്പൂത്ത്, അയ്യൂബ് ചെർപ്പളശ്ശേരി, ഷാജി സിൽവർ, VT സാദിഖ് ഹുസൈൻ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മരുതംകാട് ആമക്കുന്ന് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷം രൂപ ചെലവിലാണ് അംഗൻവാടി നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മരുതംകാട് അങ്കണവാടി പൂർത്തിയാക്കിയത്. ഭൂരിഭാഗം കുട്ടികളും പട്ടികവർഗ വിഭാഗക്കാരായതിനാൽ ആദിവാസി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് V. പ്രീത പറഞ്ഞു. മണ്ണാർക്കാട് ബ്ലോക്കിൽ നമ്മൾ ചെയ്തു വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അങ്കണവാടിയായിട്ട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മരുതംകാട് ആമക്കുന്ന് അങ്കണവാടിയെ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ പുല്ലൂന്നി അങ്കണവാടി നമ്മളവിടെ അതിന് എത്ര ലക്ഷം വെച്ച് 15-16 വെച്ചു. പക്ഷേ ഇത് വെറും 12 ലക്ഷത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഒപ്പം 2 ലക്ഷം രൂപ ബിൽഡിങ് ഇതിന് ടൈൽസ് വർക്കിനും കൂടി വെച്ചിട്ടാണ് 14 ലക്ഷം നമ്മളങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത്രയും നല്ല എല്ലാ സൗകര്യങ്ങളും, ഒരു നല്ലൊരു ഹാളുണ്ട്, അപ്പുറത്ത് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വരാന്ത ഉണ്ട്, ഇപ്പുറത്ത് നല്ലൊരു റൂമുണ്ട്, പിന്നെ ഒരു ഇതില്ലേ സ്റ്റോർ റൂം വേറെ ഇല്ലേ, സ്റ്റോർ റൂമുണ്ട്, കിച്ചൺ ഉണ്ട്. ഇത്രയും സൗകര്യം ഒരു വീട് പോലെ ഇത്രയും നല്ലൊരു സൗകര്യത്തിലാണ് നമ്മൾ ഈ അങ്കണവാടി ഉണ്ടാക്കിയത്. അപ്പം നമുക്കൊക്കെ അറിയാം എല്ലാ അങ്കണവാടികളെക്കാട്ടിലും വ്യത്യസ്തമാണ് മരുതങ്കാട് പ്രദേശത്തെ ഈ ആമക്കുന്ന് അങ്കണവാടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദിവാസി മേഖലയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ആദിവാസി കുട്ടികൾ അവർക്കും കൂടി ഒരു ഇത് വേണ്ടിയിട്ടാണ് ആദിവാസി ഫണ്ട് ഉപയോഗിച്ചാണ്, ST ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിന് നമ്മുടെ ടീച്ചറെ നമുക്കിവിടെ അഭിനന്ദിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മേരി സന്തോഷ്, സ്ഥിരം സമിതി അധ്യക്ഷ ഇന്ദിര മടത്തുപുള്ളി, ICDS സൂപ്പർവൈസർമാരായ ഉഷ, ലിസി, അങ്കണവാടി വർക്കർ പുഷ്പലത, ബെന്നി ജോസഫ്, സുബൈർ, ഷെഫീഖ്, നസീർ കഷായപ്പടി, ജസീർ എന്നിവർ പ്രസംഗിച്ചു. സൊലസ് പാലക്കാട് 9ാം വാർഷികം ഫെബ്രുവരി 23 വൈകിട്ട് 5 പട്ടാമ്പി പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് മൂസിൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ സൊലസ് സ്ഥാപക സെക്രട്ടറി ഷീബ അമീർ അധ്യക്ഷത വഹിക്കും. പ്രാസംഗികനും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിന് ശേഷം ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധരായ ഭവിൻ, നവനിത എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും നടക്കും. 2016 ജനുവരി 3 പട്ടാമ്പിയിൽ പ്രവർത്തനമാരംഭിച്ച് 550-ലധികം ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാന്ത്വനമായി പ്രവർത്തിക്കുന്നുണ്ട് സൊലസ്. സൊലസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനുമാണ് സ്നേഹാർദ്രമായി എന്ന പേരിൽ വാർഷികാഘോഷം നടത്തുന്നത്. ദീർഘകാല രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുമായി സേവന സന്നദ്ധതയോടെ 17 വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് സൊലസ് എന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലായി 10 കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സൊലസ് 18 വയസ്സിന് താഴെയുള്ള ഏകദേശം 6000-ലധികം കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും ആശ്വാസമായി എത്തുന്നുണ്ടെന്നും സൊലസ് ട്രസ്റ്റ് അംഗം EK ബാബു, കൺവീനർ അനു സുരേഷ്, V. ചന്ദ്രമോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ സൊലസിൻ്റെ 9ാം വാർഷികമാണ് ഇപ്പോൾ ഈ ജനുവരി നമ്മൾ ആഘോഷിക്കേണ്ടിരുന്നത്. അതൊരു മാസം വൈകി. ഫെബ്രുവരി 23 സൺഡേ പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സംഗീത സന്ധ്യയോടെ അവതരിപ്പിക്കുകയാണ്. കേരളത്തിലെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിമായിട്ടുള്ള ശ്രീ ഭവിൻ ആൻഡ് ടീമാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സൊലസിൻ്റെ കഴിഞ്ഞ എല്ലാ വാർഷികങ്ങളും നമുക്കറിയാം ഒരു പ്രോഗ്രാമായിട്ട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി
നമ്മളെല്ലാം ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത്. 2016 ജനുവരി 3 പട്ടാമ്പിയിൽ ആരംഭിച്ച സൊലസിൽ 17 കുട്ടികളുമായിട്ട് ആരംഭിച്ച സൊലസിൽ ഇന്ന് ഏകദേശം 552 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയുടെ മൊത്തം സെന്ററായിട്ടാണ് സൊലസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വാണിജ്യ വാർത്തകൾ. ഗർഭിണികളുടെ പരിചരണത്തിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി കെയർ ആൻഡ് ക്രാഫ്റ്റ് ആയുർവേദിക് സാങ്ച്വറി ഫോർ പോസ്റ്റ്നാറ്റൽ കെയർ ആൻഡ് വെൽനസ് സെന്റർ പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ സജ്ജമായി. PV അബ്ദുൽ വഹാബ് MPയും അദ്ദേഹത്തിൻ്റെ പത്നി ജാസ്മിൻ വഹാബും ചേർന്ന് കെയർ ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സുന്ദരമായ അറ്റ്മോസ്ഫിയറിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ 25 പ്രീമിയം വില്ലകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിചരണവും ശുശ്രൂഷയും പരിപൂർണമായ സുരക്ഷയും ഉറപ്പാക്കി പ്രസവാനന്തര ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ കെയർ ആൻഡ് ക്രാഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 6 വനിതകൾ നേതൃത്വം നൽകുന്ന സംരംഭമാണിത്. സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ അതീവ ശ്രദ്ധയും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യമായ പരിചരണവും അത്യാവശ്യമാണ്. ഇതെല്ലാം ഉറപ്പുവരുത്തിയാണ് കെയർ ആൻഡ് ക്രാഫ്റ്റിന്റെ പ്രവർത്തനം. പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഡെലിവറി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൂട്ടുകുടുംബത്തിലാവുമ്പോൾ അതിൻ്റേതായ ഒരു കെയർ എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, മസാജ് കാര്യങ്ങളിലായാലും അതേപോലെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് മുതിർന്നവർ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ലൈഫാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അതുപോലെ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും മുഴുവൻ നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലല്ല പലപ്പോഴും നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടുന്നവരുടെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പണ്ടത്തെ രീതിയിൽ തന്നെ അതിനെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്നത്തെ ട്രീറ്റ്മെൻറ്റിനെ മുറുകെ പിടിച്ചുകൊണ്ട് അലോപ്പതിയും ആയുർവേദവും ചേർന്ന് നല്ല ഒരു പാക്കേജുകളാണ് നമ്മളിവിടെ പോസ്റ്റ് നേറ്റൽ കെയർ ആയിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. PV അബ്ദുൽ വഹാബ് MPയും അദ്ദേഹത്തിൻ്റെ പത്നി ജാസ്മിൻ വഹാബും ചേർന്ന് കെയർ ആൻഡ് ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവജാത ശിശുക്കളെയും അമ്മമാരെയും ശുശ്രൂഷിക്കുന്നതിന് പരമ്പരാഗത രീതിയോടൊപ്പം ആധുനിക സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സ്ത്രീകൾക്കേറെ ഉപകാരപ്പെടുന്നു. ഇത്തരം സംരംഭങ്ങളിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നത് ശ്രദ്ധേയമാണെന്നും PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. പ്രസവിച്ച് കിടക്കണം, അത് അവരുടെ ഭാവിയിൽ അവരുടെ ലേറ്റർ സ്റ്റേജിൽ ആ കെയർ അവർക്ക് വേണം എന്നുള്ളത് ആധുനിക തലമുറ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ പഴയ തലമുറക്കാർ കൊണ്ടു നടന്നിരുന്ന ഈ ഒരു കെയർ ഇപ്പം ആധുനിക രൂപത്തിൽ ഡോക്ടർമാരൊക്കെ വെച്ച് ഫിസിയോതെറാപ്പിസ്റ്റിനെയും മറ്റ് തെറാപ്പിസ്റ്റുകളൊക്കെ വെച്ച് ഒരു വെൽനസ് സെൻറ്റർ പോലെ തന്നെ പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും, പ്രസവത്തിന് മുമ്പ് ആവശ്യമുണ്ട്, പ്രസവത്തിന് ശേഷവും ആവശ്യമുണ്ട്. അപ്പോൾ അതിന് അവരതിൻ്റെ ചുറ്റുപാടിനനുസരിച്ച് കെയർ കൊടുക്കാൻ ഇന്ന് സൗകര്യമുണ്ട്, മുമ്പത്തെ മാതിരിയല്ല. അപ്പോൾ അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ആധുനിക രീതിയിൽ അവരെ കെയർ ചെയ്യുന്നുള്ള നമ്മളെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടി തെസനീമിൻ്റെ നേതൃത്വത്തിൽ കുറേ സ്ത്രീകൾ തന്നെ മുന്നിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് വരുന്നുണ്ട്. കെയർ ആൻഡ് ക്രാഫ്റ്റ് ഡയറക്ടർമാരായ V അബ്ദുൽ അസീസ്, ഡോക്ടർ ഷാജിദ റഷീദ് അലി, റിനി മുഹമ്മദ് ഫയാസ്, തസ്നീം അസീസ്, ജസ്ബിൻ മുഹമ്മദ് അലി നാലകത്ത്, K മറിയം ബി തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ രംഗങ്ങളിലെയും ബിസിനസ് മേഖലകളിലെയും പ്രമുഖർ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പരമ്പരാഗതമായ ആയുർവേദവും മോഡേൺ മെഡിസിനും സമന്വയിപ്പിച്ചുള്ള ട്രീറ്റ്മെന്റാണ് ഇവിടുത്തെ ചികിത്സാ രീതി. സുഖചികിത്സയും പ്രദാനം ചെയ്യുന്നു. ഡോക്ടർമാരും നഴ്സുമാരും 24 മണിക്കൂറും സേവന സന്നദ്ധരാണ്. പീഡിയാട്രിഷ്യൻ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനവും ലഭ്യമാണ്. പുതിയ ഈ പ്രോജക്റ്റിൽ മെയിൻ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് 24 hours അലോപ്പതി ആൻഡ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്.
അല്ല അലോപ്പതി എന്ന് പറഞ്ഞാൽ ഐ എം ടേക്കിംഗ് കെയർ, ആയുർവേദം ഡോക്ടറും. അപ്പോൾ അലോപ്പതിയിൽ നമ്മളെന്താ മെയിൻ നോക്കുന്നത് വെച്ചാൽ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നതും അവർ ചിലപ്പോൾ സിസേറിയൻ പേഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള പേഷ്യൻസ്, അവർക്കൊക്കെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതിനുള്ള ഫുൾ ഫെസിലിറ്റീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് കൊണ്ടുവരേണ്ട ബേബി ഇനി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീഡിയാട്രീഷ്യൻ, ഓൺ കോൾ പീഡിയാട്രീഷ്യൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ലേഡീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഞാനും നോക്കും. പീഡിയാട്രീഷ്യൻ ഓൺ കോൾ ആയിട്ട് ഞങ്ങളിവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ആൻറ്റിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ, അതായത് പ്രഗ്നൻസിയുടെ മുന്നത്തെ ഗർഭാവസ്ഥയിലുള്ളതും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു സുഖചികിത്സ അല്ലെങ്കിൽ ആൻറ്റിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ ആണ് ഇവിടെ കൊടുക്കുന്നത്. പോസ്റ്റ്നേറ്റലിൽ, അതായത് ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുന്നത്. ഇതിൽ മെഡിസിൻസും അതുപോലെ തന്നെ പഞ്ചകർമ്മ, അതായത് ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും. മെയിനായിട്ട് ഒരു സൂതിക എന്നാണ് പറയുക, ഡെലിവറിക്ക് ശേഷമുള്ള അമ്മയെ വിളിക്കുന്ന സൂതിക ചര്യ എന്നാണ് പറയുന്നത്. ആ ഒരു 1.5 മന്തോളം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ്, ഫേഷ്യൽ, ഹെയർ പാക്ക്, ബോഡി പാക്ക്, പിന്നെ ഹെർബൽ ബാത്ത്, അതല്ലെങ്കിൽ വേദുകുളി പറയും, അത് പിന്നീട് ധൂമപാനം, അഞ്ജനം, പിന്നെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് സ്പെഷ്യൽ കിഴികളും അതുപോലെ തന്നെ ബേബിക്ക് ഓയിൽ മസാജും ബാത്തിങ്ങും പിന്നെ എക്സ്ട്രാ മെഡിസിൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും ഏറെ വിദൂരത്തല്ലാതെ പ്രകൃതി ഭംഗിയിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലാണ് കെയർ ആൻഡ് ക്രാഫ്റ്റ് നിലകൊള്ളുന്നത്. താമസിക്കുന്നതിനായി ശീതീകരിച്ച ഫുള്ളി ഫർണിഷ്ഡായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ 25 പ്രീമിയം വില്ലകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 25 വില്ലകളാണ് പ്രീമിയം ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഫുള്ളി ഫർണിഷ്ഡാണ്. ബെഡ്റൂംസൊക്കെ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റ്, നമ്മൾ അന്ന് പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ വീട്ടിൽ വലിയൊരു VIP ആയിരിക്കും. അതേപോലെയാണ് ആ ഗസ്റ്റിൻ്റെ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അവരുടെ പേരൻസിൻ്റെ റൂംസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡ് നമ്മൾ 4 നേരത്തെ ഫുഡാണ് ബൈസ്റ്റാൻഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഗസ്റ്റിനുള്ള ഫുഡ് 8 നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് അതേപോലെ പഴയ രീതിയിലുള്ള പാരമ്പര്യ രീതിയിലുള്ള ഫുഡും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള, എല്ലാം കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. 14, 21, 30, 40 ദിവസങ്ങളുടെ വിവിധ പോസ്റ്റ് ഡെലിവറി കെയർ പാക്കേജുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവരുടെ പ്രൈവസിയെ ബാധിക്കാതെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദിനങ്ങൾ ആനന്ദകരവും ഉല്ലാസവുമാക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സംവിധാനിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവം. കുറ്റക്കാരായ എടപ്പലം സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. നടപടി AUയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന്. ഒറ്റപ്പാലത്ത് വൻ കഞ്ചാവ് വേട്ട. 2 ഇടങ്ങളിൽ നിന്നായി 25 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സഹോദരങ്ങൾ ഉൾപ്പെടെ 4 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. കുടിവെള്ള പ്രശ്നമുന്നയിച്ച് പട്ടാമ്പി നഗരസഭയിലേക്ക് UDF കൗൺസിലർമാരുടെയും നേതാക്കളുടെയും മാർച്ച്. കാലിക്കുടങ്ങളുമായാണ് മാർച്ച് നടത്തിയത്. പലയിടത്തും കുടിവെള്ളം മുടങ്ങിയിട്ട് 2 ആഴ്ചയെന്ന നേതാക്കൾ. ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയ മണ്ണാർക്കാട് മൈലാംപാടം പൊതുവപ്പാടം റോഡ് നവീകരണം വൈകുന്നു. പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ടാറിംഗ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം. ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി ആഘോഷിച്ചു. കൈലിയാട് ചെറുമുളയൻകാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കാളവേല മാർച്ച് 12-ന്, പൂരം 13-ന്. പ്രശസ്ത ചെണ്ടവാദകനും കലാമണ്ഡലം ചെണ്ടവിഭാഗം മുൻ മേധാവിയുമായ കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. നമസ്കാരം.